കുഞ്ഞുങ്ങൾക്ക് പുതിയ ഫുഡ് ഐറ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചില സമയത്ത് ചെറിയ സ്കിൻ റാഷ്, റെഡ്നെസ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഫുഡ് അലർജി ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഈ ഫുഡിന് തുറന്ന് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ചില കൺഫ്യൂഷൻസ് പാരൻസ് പലപ്പോഴും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. റീസെൻ്റായിട്ട് നമ്മളോട് ചോദിച്ചൊരു സംശയമാണ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. കുട്ടിക്ക് മുട്ട കൊടുത്ത് തുടങ്ങി. മുട്ട കൊടുത്ത് അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് സ്കിന്നിൽ ചെറിയ റെഡ്നെസ് ഒക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ അത് നമ്മൾ തൽക്കാലം മുട്ട നിർത്തി വെച്ചിരിക്കുകയാണ്. ഫുഡ് അലർജി നമ്മൾ സംശയിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞിന് പെർമനൻ്റ് ആയിട്ട് ഇനി മുട്ട കൊടുക്കാൻ പറ്റില്ലയോ, അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം? അപ്പോൾ ഈ കുഞ്ഞിന് നമ്മൾ ഫുഡ് അലർജി സസ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യണം കുഞ്ഞിന് ശരിക്കും ഫുഡ് അലർജി തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വന്ന സ്കിൻ റാഷ് ആണോ. അപ്പോൾ ഇത് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ 1-2 ദിവസം കൊടുത്ത ഫുഡ് ഐറ്റംസ്, പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങിയ ഏതെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സംശയിക്കുന്ന ഫുഡ് ഐറ്റംസിനെ നമ്മൾ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഈ സ്കിൻ റാഷും അലർജിയുടെ സിംറ്റംസും ഒക്കെ നല്ലോണം മാറിയതിന് ശേഷം നമ്മൾ ചെറിയ അളവിൽ ഈ സംശയിക്കുന്ന ഫുഡ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കുഞ്ഞിനാണെങ്കിൽ നമുക്ക് മുട്ട കുറച്ച് ചെറിയ അളവിൽ കൊടുത്ത് നോക്കാം. കൊടുത്ത് നോക്കിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഒബ്സർവ് ചെയ്യുന്നു, കുഞ്ഞിന് വീണ്ടും സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ വീണ്ടും സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പതുക്കെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടി നോക്കാം. അപ്പോഴും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഫുഡ് അലർജി ഇല്ല എന്നുള്ളത് കൺഫേം ആയി നമുക്ക് ആ ഫുഡ് കുഞ്ഞിന് തുറന്ന് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി സപ്പോസ് കുഞ്ഞിന് വീണ്ടും നമ്മൾ അളവ് കൂട്ടി വരുമ്പോഴത്തേക്ക് റാഷും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ആ ഒരു പർട്ടിക്കുലർ ഫുഡ് ഐറ്റത്തിന് കുഞ്ഞിന് അലർജി ഉണ്ട്. അപ്പോൾ കുഞ്ഞിന് തൽക്കാലത്തേക്ക് നമുക്ക് ആ ഫുഡ് ഐറ്റം കൊടുക്കാൻ പറ്റില്ല, നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് സിവിയർ അലർജി, അനഫിലാക്സിസ് എന്ന് പറയും. നമ്മൾ ആ ഫുഡ് കൊടുത്തപ്പോഴത്തേക്ക് ശ്വാസം മുട്ട് വരുന്നു, കഫക്കെട്ട് വരുന്നു, BP ഫോൾ ചെയ്യുന്നു, മുഖം മുഴുവൻ നീര്, ശരീരം മുഴുവൻ നീര്, ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു കാര്യം വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറുടെ ഒരു ഒബ്സർവേഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ ഇതിനെ ഓറൽ ഫുഡ് ചലഞ്ച് എന്നാണ് പറയുന്നത്, നമ്മൾ ഇത് ചെയ്ത് നോക്കാനായിട്ട്. ഫുഡ് അലർജി സ്ഥിരമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മിക്ക കുട്ടികൾക്കും പാലിന് അലർജി കാണും, മുട്ടയ്ക്ക് അലർജി കാണും, ചില നട്ട്സിന് അലർജി കാണും, ചില മീനുകൾക്കൊക്കെ അലർജി കാണും. അപ്പോൾ മേജർ ഫുഡ് അലർജൻസ് എന്ന് പറയുന്ന ഈ വക സാധനങ്ങളാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് അലർജി ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഭാവിയിലും ഈ സാധനങ്ങൾ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമോ, അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ ടോളറൻസ് എന്നാണ് പറയുന്നത്. മിക്ക കുട്ടികൾക്കും വളർന്നു വരുന്ന അനുസരിച്ച് പല ഫുഡ് അലർജിയും മാറിപ്പോകും. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ടൈം പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പാലിൻ്റെയൊക്കെ അലർജി കുറച്ച് നേരത്തെ തന്നെ, ഒരു 4-5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്ക കുട്ടികൾക്കും മാറും. മുട്ടയുടെ അലർജി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് മാറും, സ്കൂളിൽ പോകുന്ന പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക്. ഈ നട്ട്സിൻ്റെയൊക്കെ അലർജി കുറച്ചുകൂടെ വലിയ പ്രായം വരെ നിൽക്കും, ചില കുട്ടികൾക്ക് ജീവിതകാലം മുഴുവനും നിൽക്കും. മീനിൻ്റെ കാര്യം, ഈ ചെമ്മീനിൻ്റെയൊക്കെ കാര്യം പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലർക്ക് ജീവിതകാലം മുഴുവനും ഈ അലർജി നിൽക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു 3-4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് പതുക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം, സിവിയർ അലർജി ഇല്ലാത്ത കുട്ടികൾ. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞിന് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ടോളറൻസ് ഡെവലപ്പ് ചെയ്തു എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. കുട്ടിക്ക് പതുക്കെ ഈ ഫുഡ് ക്വാണ്ടിറ്റി കൂട്ടി നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇനി സപ്പോസ് നമ്മൾ കൊടുക്കുമ്പോൾ വീണ്ടും റിയാക്ഷൻ അലർജിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല, കുറച്ച് നാളും കൂടെ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ മൈനർ റിയാക്ഷൻ ഉള്ള കുട്ടികളുടെ കാര്യം മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. സിവിയർ അലർജി വരുന്നവരെ ഒരിക്കലും നമ്മൾ വീട്ടിൽ വെച്ച് ഈ ഫുഡ് ചലഞ്ച് ചെയ്ത് നോക്കരുത്. നമ്മൾ ഒരു സിവിയർ റിയാക്ഷൻ വന്നാൽ അതിനെ മാനേജ് ചെയ്യാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ. അതിനൊരു ഡോക്ടറുടെ അഡ്വൈസും കൂടെ ആവശ്യമാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ഫുഡ് ചലഞ്ച് ചെയ്യാതെ തന്നെ ചില ടെസ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് അലർജി ഉണ്ടോ എന്നുള്ള കൺഫേം ചെയ്യാൻ പറ്റും.